തിരുനാളിൻ്റെ റാസയ്ക്കായിട്ട് നമ്മൾ ആഘോഷമായ റാസയ്ക്കായി നമ്മൾ തയ്യാറെടുത്ത് മുമ്പിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു വലിയ ചിന്ത എന്ന് പറയുക, ഈ ഒരു തിരുനാൾ റാസ എന്ന് പറയുന്നത് നമ്മുടെ ഇടവകയുടെ ആഘോഷങ്ങളുടെ കാണിക്കുന്നതിനോ അല്ലെങ്കിൽ ഇടവകയുടെ ശക്തി കാണിക്കുന്നതിനോ ഇടവകയുടെ പ്രൗഢി കാണിക്കുന്നതിനോ ഒന്നും വേണ്ടിയല്ല നമ്മൾ തിരുനാളിൻ്റെ റാസ നടത്തുക എന്ന് പറയുക. എന്തിനു വേണ്ടിയാണ് നമ്മൾ തിരുനാളിൻ്റെ റാസ നടത്തുന്നത്? അല്ലെങ്കിൽ തിരുനാൾ റാസ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്? നമുക്ക് വ്യക്തിപരമായും നമ്മൾ നടന്നു നീങ്ങുന്ന ഈ പ്രദേശത്തിനും എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഒന്ന് വ്യക്തിപരമായി നമുക്ക് ഒരു ബോധ്യമുണ്ടാവണം, ഈ തിരുനാൾ റാസ ആഘോഷങ്ങൾക്കപ്പുറത്തേക്ക് ഇത് ഞങ്ങളുടെ ദേവാലയത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഒരു തിരുനാൾ റാസ എന്ന് പറയുന്നത് അത് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സഭയെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. കാരണം അതിൻ്റെ റാസയുടെ തൊട്ടു മുൻപിലായി നമ്മൾ അലങ്കരിച്ചു കൊണ്ടുപോകുന്നത് തമ്പുരാൻ്റെ കുരിശാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിന്മേൽ മരിച്ചു. ആ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ കുരിശിനെയാണ് നമ്മൾ തിരുനാൾ റാസയുടെ ഏറ്റവും മുൻപിലായിട്ട് നിർത്തുക. അതിന് സൈഡിലായി നമ്മൾ 2 മെഴുകുതിരി കത്തിച്ചിരിക്കും. നമ്മൾ കുരിശ് മുൻപിലേക്ക് നമ്മളെ നയിക്കുന്നു. നമ്മുടെ എല്ലാം യാത്ര ഈ കുരിശിനെ നോക്കിയുള്ള യാത്രയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ സഭയിൽ നമ്മളായിരിക്കുന്നത് തമ്പുരാൻ്റെ ഈ കുരിശിനെ നോക്കി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ ഈ പ്രദേശത്തിന് നൽകുന്നതും. നമുക്ക് വ്യക്തിപരമായൊരു ബോധ്യമുണ്ടാവണം, ഈ കുരിശെ നോക്കിയാണ് ഞാൻ ഈ യാത്ര നടത്തുന്നത്. അതിന് തൊട്ട് ഏറ്റവും പുറകിലായി നടുക്ക് നമ്മളുടെ ദൈവജനം നടക്കുന്നു. അതിന് ഏറ്റവും പുറകിലായി വൈദികൻ പരിശുദ്ധ മദ്ബഹായിൽ നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്കായി ഈ വിശുദ്ധ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വംശവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആശീർവദിച്ചുകൊണ്ട് ഈ ജനത്തെ ആശീർവദിച്ചുകൊണ്ട് ഏറ്റവും മുൻപിലായി പുറകിലായി ഈ പ്രദേശത്തൂടെ ഈ റാസയുടെ പുറകിൽ കടന്നു വരുന്നുണ്ട്. ഇത് തിരിക്കും ഒരു ദേവാലയത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. കുരിശിനെ നോക്കി നമ്മൾ യാത്ര ചെയ്യുന്നു. അവിടെ പരിശുദ്ധ മദ്ബഹായിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന അംശവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുരോഹിതൻ ഈ വഴിയിലൂടെ ഈ പ്രദേശത്തിലൂടെ കടന്നു നീങ്ങുകയും ജനത്തെ ആശീർവദിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്, ദേവാലയത്തെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ഒരു ദേവാലയമാണ് ഈ ഒരു പ്രദേശത്തൂടെ യാത്ര ചെയ്ത് മുമ്പിലേക്ക് നീങ്ങുന്നത്. അല്ലാതെ നമ്മളുടെ ഇടവകയുടെ പ്രൗഢിയോ നമ്മളുടെ ഇടവകയുടെ ശക്തിയോ ഒന്നും കാണിക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ ഈ തിരുനാൾ റാസ നമ്മൾ ഇറങ്ങുക. അതിനപ്പുറത്തേക്ക് നമ്മളുടെ ദേവാലയത്തിൻ്റെ, എനിക്ക് ഈ ദേവാലയത്തിൽ നിന്ന് ലഭിച്ച ക്രിസ്തുവിൻ്റെ അനുഭവം, എനിക്ക് ഈ ദേവാലയത്തിൽ നിന്ന് ലഭിച്ച ക്രിസ്തുവിൻ്റെ ഈ ഒരു സ്നേഹം ഈ ലോകത്തിലേക്ക് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി, ഈ പ്രദേശത്തിന് അത് വലിയൊരു സാക്ഷ്യമായി വലിയൊരു അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന് വലിയ സാക്ഷ്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു റാസയിൽ അല്ലെങ്കിൽ ഈ ഒരു തിരുനാൾ റാസ കടന്നു പോകുന്നത് എന്നൊരു ബോധ്യത്തോടു കൂടി വേണം ഈ തിരുനാൾ റാസയിൽ നമ്മൾ വ്യക്തിപരമായിട്ട് പങ്കെടുക്കുവാനായിട്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണ് തിരുനാൾ റാസയിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് എന്നുകൂടി ഈ തിരുനാൾ റാസയിൽ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കണം. വെറും ഒരു ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി, വലിയ മാധ്യസ്ഥം വഹിക്കുന്നതിന് വേണ്ടിയോ അതിനൊന്നും വേണ്ടിയല്ല നമ്മൾ തിരുനാൾ ഈ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുക. പത്രോസ് പൗലോസ്ലീഹന്മാരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ തിരുനാൾ ഞാൻ ആഘോഷിക്കുന്നത്? എല്ലാ വർഷവും പതിവ് പോലെ ആചരിക്കുന്നത് പോലെ 2 വിശുദ്ധരുടെ തിരുനാൾ, എൻ്റെ ഇടവകയുടെ നാമം ഈ വിശുദ്ധരുടെ തിരുനാളിലായതുകൊണ്ട് മാത്രം ഞാൻ ഈ തിരുനാൾ ആഘോഷിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ എന്താണ് ഹൃദയത്തിലേക്ക് ഒരു സന്ദേശമായി അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു കടുകുമണിയുടെയെങ്കിലും വിശ്വാസം ഈ വിശുദ്ധർ നമുക്ക് കാണിച്ചു തന്ന ഒരു വിശ്വാസ ജീവിതമുണ്ട്. തങ്ങളുടെ ജീവിതം പോലും അവർ ഒഴിഞ്ഞുവെച്ച് ജീവിതം പോലും നൽകാൻ വിധം രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് അവർ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളായിക്കോട്ടെ, മറ്റേത് വിശുദ്ധരുടെ തിരുനാളായിക്കോട്ടെ, നമ്മൾ പത്രോസ് പൗലോസ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയായിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ പത്രോസും പൗലോസും തങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ, തങ്ങൾ അറിഞ്ഞ ക്രിസ്തുവിനെ അവർ ഈ ലോകത്തിലേക്ക് എപ്രകാരം നൽകി, തങ്ങളുടെ ജീവൻ നൽകിക്കൊണ്ടുപോലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് അവർ തയ്യാറായതുപോലെ ഞങ്ങളുടെ ജീവിതവും ഈ ഒരു പ്രഘോഷണമായി മാറണമേ എന്ന് വേണം ഈ ഒരു തിരുനാളിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട്. നമുക്ക് വേണ്ടി ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ള മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടിയല്ല നമ്മൾ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുക. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ഈ ഒരു വലിയ പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം.
ഇവർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക, ദൈവമേ, ഈ വിശുദ്ധർ തങ്ങളുടെ ജീവിതത്തിലൂടെ നിന്നെ പകർന്നു കൊടുത്തതുപോലെ മറ്റുള്ളവർക്ക് നിന്നെ പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഒരു ജ്വലനം, ഒരു ത്യാഗം ഏറ്റെടുക്കുവാനായിട്ടുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് കൂടി നൽകണമേ എന്ന മനോഭാവത്തോടു കൂടി വേണം ഈ തിരുനാളിന് നമ്മൾ പങ്കെടുക്കുവാനായിട്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഒരു തിരുനാൾ സന്ദേശം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം പെസഹാ ദിനമൊക്കെ ആചരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പെസഹാ ദിനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, അന്ന് കുടുംബത്തിൽ പെസഹാ ദിനം ആചരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഇളയ വ്യക്തി അവിടെ മുതിർന്ന വ്യക്തിയോട് ചോദിക്കും, എന്തിനു വേണ്ടിയാണ് ഈ പെസഹ ആചരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ആ മുതിർന്ന വ്യക്തി പറഞ്ഞു കൊടുക്കും, ദൈവം നമ്മളുടെ ജീവിതത്തിൽ നൽകിയ നന്മകൾ, അനുഗ്രഹങ്ങൾ ഓർക്കുന്നതിന് വേണ്ടി, ആചരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പെസഹ ആചരിക്കുന്നത് എന്ന് അന്ന് അവർ പറഞ്ഞു കൊടുക്കും. ആ പെസഹ ദിനത്തിൽ അവർ പറഞ്ഞു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ വലിയ സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുൻപിലേക്കുള്ള തലമുറയ്ക്ക് വലിയൊരു സാക്ഷ്യം നൽകുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇടവകയ്ക്ക് ഒത്തിരിയേറെ നന്മകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ ജനത്തിന് സാക്ഷ്യം നൽകുന്നതോടൊപ്പം നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കും വലിയൊരു ഓർമ്മപ്പെടുത്തൽ, വലിയൊരു സാക്ഷ്യം നൽകുന്ന ഒരു ദിനം കൂടിയാണ് നമ്മളുടെ തിരുനാൾ ദിവസം എന്ന് പറയുന്നത്.